സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എല്ലാ കണ്ണുകളും മഞ്ചേശ്വരത്തേക്കാണ്. ബി.ജെ.പിക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. എന്നാൽ ബി.ജെ.പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് കപ്പിനും ചുണ്ടിനുമിടയിൽ മണ്ഡലം നഷ്ടപ്പെട്ട ചരിത്രവുമുണ്ട്. ഇത്തവണ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും മഞ്ചേശ്വരത്ത് വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനുള്ളത്. ഇത്തവണ സിറ്റിംഗ് എം.എൽ.എ ആയ എ.കെ.എം അഷ്റഫിനെ തന്നെയാണ് യു.ഡി.എഫ് കളത്തിലിറക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും 745 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിനായിരുന്നു അഷ്റഫിന്റെ വിജയം. ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അഷ്റഫ് ഉള്ളത്. അതിനിടെ മഞ്ചേശ്വരത്ത് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് PDP അറിയിച്ചിരിക്കുകയാണ്. മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയാണ് തീരുമാനം അറിയിച്ചിട്ടുള്ളത്. ബി.ജെ.പിക്കുള്ള വിജയ സാധ്യത ഒഴിവാക്കാനാണ് യു.ഡി.എഫിനെ പിന്തുണയ്ക്കുന്നതെന്ന് PDP ജില്ലാ പ്രസിഡന്റ് SM ബഷീർ റിസ്വി വ്യക്തമാക്കിയിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് സ്വാധീനമുള്ള പാർട്ടിയാണ് PDP. മഞ്ചേശ്വരം പഞ്ചായത്തിൽ ഒരു വാർഡ് ഇവർ വിജയിച്ചിട്ടുമുണ്ട്. സാധാരണയായി LDFനെയാണ് PDP പിന്തുണയ്ക്കാറുള്ളത്. എന്നാൽ മഞ്ചേശ്വരത്തെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്താണ് ഇത്തവണ യു.ഡി.എഫിനെ പിന്തുണയ്ക്കാൻ PDP തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കെ സുരേന്ദ്രന്റെ വിജയ സാധ്യത മുന്നിൽ കണ്ടു തന്നെ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള സാധ്യത, LDFന്റെ വിജയ സാധ്യത തുടങ്ങിയ വിഷയങ്ങൾ പരിഗണിച്ചാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ തീരുമാനം. അതേസമയം മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥി മത്സരിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. SDPI സ്ഥാനാർത്ഥി KM അഷ്റഫ് പ്രചാരണവുമായി മണ്ഡലത്തിൽ സജീവമാണ്. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ 7500-ലധികം വോട്ടുകൾ SDPIക്കുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ SDPIക്ക് മേൽ സമ്മർദ്ദമുണ്ടെന്നാണ് സൂചന. സ്ഥാനാർത്ഥി പട്ടിക പിൻവലിക്കാൻ ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് സമയം. അങ്ങനെ സംഭവിച്ചാൽ യു.ഡി.എഫിനെ സഹായിക്കുന്നതിനായി SDPI സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു എന്ന് തന്നെ കരുതണം. ആർക്കും മുൻതൂക്കം പ്രവചിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിൽ മഞ്ചേശ്വരത്തുള്ളത്. മഞ്ചേശ്വരം ഒരു സാധാരണ മണ്ഡലമല്ല. ഇത് രാഷ്ട്രീയ ധാരണകളും മറവിലെ ഡീലുകളും തുറന്നു കാണിക്കുന്ന യുദ്ധഭൂമി കൂടിയാണ്. വർഷങ്ങളായി മതേതരത്വം പറഞ്ഞ് വോട്ടർമാരെ സമീപിച്ച യു.ഡി.എഫ് ഇന്ന് അതേ വോട്ടുകൾ രക്ഷിക്കാൻ പിന്നാമ്പുറത്തിൽ എന്തെല്ലാം കൂട്ടുകെട്ടുകൾ നടത്തുന്നു എന്നതാണ് മഞ്ചേശ്വരം തുറന്നു കാട്ടുന്നത്. കെ സുരേന്ദ്രൻ നേരിട്ട് ജനങ്ങളിലേക്ക് പോയി പോരാട്ടം നടത്തുമ്പോൾ മറ്റു മുന്നണികൾ കണക്ക് കൂട്ടലുകളും കൂട്ടുകെട്ടുകളും ആശ്രയിക്കുന്ന നിലയിലാണ്. മഞ്ചേശ്വരം ബി.ജെ.പിക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 745 വോട്ടുകൾക്കാണ് യു.ഡി.എഫിലെ അഷ്റഫ് വിജയം നേടിയതെങ്കിലും ഇത്തവണ സ്ഥിതി പൂർണ്ണമായും മാറും. ബി.ജെ.പിയുടെ ശക്തമായ വളർച്ച യു.ഡി.എഫിനെയും LDFനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് ഏറ്റവും വലിയ ചർച്ചയായി മാറിയത് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ നടക്കുന്ന നീക്കങ്ങളാണ്. വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ എന്ന പേരിൽ യു.ഡി.എഫിനൊപ്പം SDPI ധാരണയിലെത്തിയെന്ന ആരോപണം ശക്തമായിട്ടുണ്ട്. അതേസമയം വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിരുന്ന VD സതീശന്റെ നിലപാട് ഇപ്പോൾ പൂർണ്ണമായും ചോദ്യം ചെയ്യപ്പെടുകയാണ്. പറയുന്നതൊന്നും സതീശൻ ചെയ്യുന്നത് മറ്റൊന്നും. ഇതാണ് യു.ഡി.എഫിന്റെ യഥാർത്ഥ മുഖമെന്നാണ് BJP ആരോപിക്കുന്നത്. മഞ്ചേശ്വരത്ത് സ്വാധീനമുള്ള PDPയും ഇത്തവണ യു.ഡി.എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് സാധാരണ രാഷ്ട്രീയ പിന്തുണയല്ല. BJP തോൽപ്പിക്കാൻ ഒരുമിച്ചുള്ള തന്ത്രപരമായ നീക്കമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ. ഒരു വശത്ത് കൂട്ടുകെട്ടുകളും രാഷ്ട്രീയ ഡീലുകളും, മറ്റൊരു വശത്ത് ജനങ്ങളോട് നേരിട്ട് പോരാട്ടം നടത്തുന്ന BJP. അവസാനം വിധി പറയേണ്ടത് മഞ്ചേശ്വരത്തെ ജനങ്ങൾ തന്നെയാണ് എന്ന കാര്യം മറക്കണ്ട. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു സീറ്റ് തർക്കം മാത്രമായിരിക്കില്ല. കേരള രാഷ്ട്രീയത്തിന്റെ ദിശ തന്നെ മാറ്റാൻ കഴിയുന്ന നിർണായക വിധിയായിരിക്കും.